അഹമ്മദാബാദ്, ഇന്ത്യ, 2024. സോഷ്യൽ മീഡിയയിൽ തിരയുമ്പോൾ പെട്ടെന്ന് പണം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു ചെറിയ പരസ്യം പാവപ്പെട്ട തൊഴിലാളികളുടെ കണ്ണിൽപ്പെടുന്നു. ഒരു മെഡിക്കൽ പഠനത്തിൽ പങ്കെടുത്താൽ വലിയ തുക ലഭിക്കുമെന്നതായിരുന്നു ആ വാഗ്ദാനം. തിരിച്ചറിയാൻ കഴിയാത്ത വാനുകളിൽ അവരെ കൂട്ടം കൂട്ടമായി കയറ്റി നഗരത്തിലുടനീളമുള്ള ക്ലിനിക്കൽ റിസർച്ച് ലാബുകളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഉള്ളിൽ കടന്നാൽ ആ പണത്തിന് നൽകേണ്ടി വരുന്നത് ഭയാനകമായൊരു വിലയാണ്. തങ്ങൾക്ക് വായിക്കാൻ പോലുമാവാത്ത നിയമപരമായ രേഖകളിൽ ഒപ്പിടാൻ ഏജന്റുമാർ ഈ സന്നദ്ധ പ്രവർത്തകരെ നിർബന്ധിക്കുന്നു. ആ രേഖയിലെ ചെറിയ അക്ഷരങ്ങൾക്കിടയിൽ ഭയാനകമായൊരു നിബന്ധന ഒളിഞ്ഞിരിപ്പുണ്ട്. പരീക്ഷണത്തിനിടെ മരണം സംഭവിച്ചാൽ കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്ന് വ്യക്തമാക്കുന്ന ഡെത്ത് ഡിസ്ക്ലെയിമർ. വിശപ്പടക്കാൻ ഗതിയില്ലാത്ത പാവങ്ങളിൽ നിന്നും നിയമപരമായ അളവിനേക്കാൾ 2 ഇരട്ടി രക്തം ഡോക്ടർമാർ ഊറ്റിയെടുക്കുന്നുവെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു. ഇരകളുടെ യഥാർത്ഥ ആരോഗ്യ വിവരങ്ങൾ മറച്ചുവെക്കാൻ ഉപയോഗിച്ച ലൈസൻസ് ഇല്ലാത്ത സോഫ്റ്റ്വെയറുകൾ പിടിച്ചെടുത്തുകൊണ്ട് അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് ശക്തമായ നടപടികൾ ആരംഭിച്ചു. മറ്റുള്ളവരെ മരണത്തിലേക്ക് വിൽക്കുമ്പോൾ തന്നെ സ്വന്തം ശരീരത്തിൽ 40ഓളം പരീക്ഷണങ്ങൾ നടത്തി അതിജീവിച്ച ഒരു ഏജന്റിനെ അവർ കണ്ടെത്തി. ഇതിലെ വൈരുദ്ധ്യം നിഷേധിക്കാനാവാത്തതാണ്. ജീവൻ രക്ഷിക്കാനുള്ള മരുന്നുകൾ വികസിപ്പിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഈ ലാബുകൾ അതിനായി അവിടെ എത്തുന്ന മനുഷ്യരോട് തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം പോലും എഴുതിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. നിസ്സഹായരായ മനുഷ്യരുടെ രക്തം കൊണ്ട് വിലപേശിയ എത്ര മരുന്നുകളാവും ഇപ്പോൾ നിങ്ങളുടെ മരുന്നുപെട്ടിയിലിരിക്കുന്നത്? ശാസ്ത്രം ശരിയാണെങ്കിൽ പിന്നെന്തിനാണ് മരണത്തിനു മുൻപിൽ ഇത്തരമൊരു ഒഴിവുകഥ? നഗരങ്ങളിലെ ചേരികളിൽ മാത്രമല്ല ഇത്തരം കൊടും ക്രൂരതകൾ നടക്കുന്നത്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത പാവം മനുഷ്യരെ തേടി അവർ വയനാടിന്റെ കോടമഞ്ഞിലേക്കുമെത്തി. ആരും കേൾക്കാതെ പോയ ആ നിലവിളികൾക്ക് പിന്നിലെ സത്യം തേടി DYSP രുദ്രൻ നായർ എത്തുകയാണ്. ലിങ്ക് താഴെയുണ്ട്.